സംസ്കാരങ്ങൾ, നമ്മൾ പാലിച്ചു വരുന്ന നമ്മുടെ സംസ്കാരങ്ങൾ പലതും ക്രിസ്തീയ സംസ്കാരങ്ങളല്ല. എന്ന് പറഞ്ഞാൽ യേശു പഠിപ്പിച്ച സംസ്കാരങ്ങളല്ല. അത് മുഴുവൻ ആരുടെ സംസ്കാരമാ? യഹൂദന്റെ സംസ്കാരമാ. ഒരു ഉദാഹരണം പറയട്ടെ. പിണങ്ങുവോ? എനിക്ക് വലിയ കാര്യം പ്രസംഗിക്കാനുള്ളത്. പിണങ്ങിയാൽ പിന്നെ ആകെപ്പാടെ കുഴപ്പമാവും. 98% യഹൂദന്റേതാ നമ്മൾ പ്രമാണിച്ചോണ്ടിരിക്കുന്നത്. ആർക്കും പരിക്കില്ലാത്തൊരു ഉദാഹരണം പറയാം. നമ്മളെ ഒരാൾ സ്ഥിരമായിട്ട് അങ്ങ് വിഷമിപ്പിക്കുക, കുടുംബത്തിലോ അയലോക്കത്തോ എവിടെയെങ്കിലും ഉള്ളതായിക്കോട്ടെ. നമ്മുടെ ഹൃദയത്തിനകത്തൊരാഗ്രഹമല്ലേ, ഇവനിട്ടൊരു പണി കിട്ടി അല്ലേ, അവന്റെ വണ്ടി ഒന്ന് തട്ടി, അല്ല പഞ്ചറ് പൊട്ടി, അവൻ ഓടെ വീണു. നമ്മൾ പിറ്റേ ഞായറാഴ്ച എങ്ങനെ അറിയും ആരാധനയ്ക്ക് വരുന്നത്? അല്ലേ? ഇത് ആരുടെ സംസ്കാരമാ? നമ്മുടെ അല്ല. യേശു കർത്താവ് പറഞ്ഞ എന്നാ? ശത്രുവിനെ പകയ്ക്കണമെന്നും നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണമെന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാനോ നിങ്ങളോട് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെ? യഹൂദന്റെ സംസ്കാരത്തിൽ. എന്നാൽ എന്റെ സംസ്കാരം പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഒരെണ്ണം പറയാം, അത് കഴിഞ്ഞ് ഞാൻ വിടുവേ. നമ്മൾ ആരേലും പന്നിയിറച്ചി കഴിക്കുവോ? നീ കഴിക്കുവോ? ഇല്ല. ആരുടെ സംസ്കാരമാ? നിങ്ങൾ ഗൂഗിളിനകത്ത് ഇപ്പം നോക്കണ്ട, ഇപ്പൊ ഗൂഗിളാന്ന് പറഞ്ഞ് വാട്സാപ്പ് നോക്കാനല്ല, ഇപ്പം നോക്കണ്ട, വീട്ടിൽ ചെന്ന് നോക്കിയാൽ മതി. ഗൂഗിളിനകത്ത് കയറി നോക്കി, ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മാംസം ഏതാ? പന്നിയാ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുവോ? പറയാൻ തന്നെ ഇപ്പൊ ഒരു മടിയാ എല്ലാവർക്കും. നമ്മൾ ഉപയോഗിക്കുകയല്ല. കാരണം എന്നാ? കർത്താവ് എവിടെ പറഞ്ഞു? കർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. യഹൂദനോട് നമ്മളോട് പറഞ്ഞ സ്തോത്രത്തോടെ ഭുജിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കണ്ട. ഒരുപാട് സംസ്കാരങ്ങളും നമ്മുടെ ക്രൈസ്തവ സംസ്കാരങ്ങളല്ല. മനസ്സിലായോ? നമ്മൾ എന്തുകൊണ്ട് ആഭരണം ഇടാത്തെ? അത് കരിവേലകത്തിന്റെ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, കരിവേലകത്തിന്റെ ചുവട്ടിൽ പിതാക്കന്മാർ കുഴിച്ചിട്ടതൊക്കെ മാന്തിയെടുത്തുകൊണ്ട് ഈ നാളുകളിൽ ചില ആളുകൾ ധരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആരുടെ പിതാക്കന്മാർ കുഴിച്ചിട്ടു? നിങ്ങളിതുകൊണ്ട് നോക്കരുത്. ഞാൻ അവിടെ ഇറക്കേറി വന്നപ്പോൾ അവിടെ മോതിരം ഊരി വെച്ചിട്ടാണ് വന്നത്. എനിക്ക് മോതിരമില്ല, എൻ്റെ ഭാര്യയ്ക്ക് മാലയില്ല, മകന് വിടിരിപ്പുണ്ട്, അവനും ഒന്നുമില്ല. ഞാൻ പറഞ്ഞേ സ്വത്ര, ഇതൊന്നും ഞങ്ങൾ രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നോന്നോ നിങ്ങളെല്ലാം കൂടെ നാളെ പോയി ഉപയോഗിക്കണമെന്നോ അല്ല ഈ പറയുന്നേ. നമ്മൾ ഓർണമെന്റ്സ് ഇടാതെ നടക്കുന്ന ഏറ്റവും നല്ല കാര്യം എന്നാ കാര്യം? ക്രിസ്തുവിന്റെ നിന്ന ഫ്രീ ആയിട്ട് നമുക്ക് അനുഭവിക്കാം. മനസ്സിലാവും? അത് വലിയ കാര്യമല്ലേ? അത് വലിയ കാര്യമാണ്. പക്ഷേ നമ്മൾ ആഭരണം ഊരിയതിന്റെ പേരിൽ നമുക്കൊരു പരിഗണനയെ സ്വർഗത്തിൽ കിട്ടത്തില്ല. ആരുടെ സംസ്കാരമാ ഈ വെള്ള തേച്ച ശവക്കല്ലറയെന്ന് കർത്താവ് ആരെയാ വിളിച്ചേ? ഇത് എവിടുന്ന് കിട്ടിയ സംസ്കാരമാ? യേശു ഒരു പ്രത്യേകതര ഉടുപ്പൊക്കെ ഇട്ടാണോ നടന്നേ? അല്ല. അന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള യേശുവിന്റെ വസ്ത്രത്തിന് വേണ്ടി അവർ ചീട്ടിട്ടെന്ന സ്തോത്രം. അവൻ ഇട്ടിരുന്ന വസ്ത്രം വെച്ച് അവനെ കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത് കൊണ്ടാ അവനെ കാണിച്ചു കൊടുക്കാൻ ഒരു യൂദായുടെ ആവശ്യം ഉണ്ടായത്. 100 വർഷമായി എന്ന് അഭിമാനിക്കുന്ന നാം പോലും ഈ കേരളത്തിൽ അനുവർത്തിച്ചു വരുന്നത് ക്രിസ്തു പഠിപ്പിച്ച സംസ്കാരമല്ല, യഹൂദന്റെ സംസ്കാരമാണ്. അറിയോ? സ്തോത്രം. നമുക്ക് ഈ പുറമേയുള്ള വിശുദ്ധിയും ഈ കാര്യങ്ങളും എല്ലാം, അതുകൊണ്ട്